ഹാഡിയേഴ്സ് ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി BHMCT കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതാരാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നത്, എലിജിബിലിറ്റി എന്താണ്, ഏതൊക്കെ കോളേജുകളുണ്ട്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട് എന്നൊക്കെ നമുക്കിതിലൂടെ നോക്കാം. അതുപോലെ ഫീസ് സ്ട്രക്ചറൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നതെല്ലാം തന്നെ LBS സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. നിങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതിൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, നമുക്ക് ഫീസ് അടക്കാൻ April 30 വരെ ടൈമുണ്ട്. ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് ഫീസ് അടക്കാൻ, ആപ്ലിക്കേഷൻ ഫീസ് അടക്കാൻ. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് May 1 വരെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ May 30 മുമ്പ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസ് 1200 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 600 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഓൺലൈനായിട്ട് അടക്കാം, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നമുക്ക് ചെല്ലാനുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഇനി മറ്റൊരു യോഗ്യതയായിട്ട് നമ്മളിപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് DVOC കോഴ്സ് ചെയ്തവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ മിനിമം എലിജിബിലിറ്റി നമുക്ക് അങ്ങനെ ഇത്ര % ഓഫ് മാർക്ക് വേണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിൽ മെയിനായിട്ട് വരുന്നത് 2 യൂണിവേഴ്സിറ്റിയാണ്, APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ 2 യൂണിവേഴ്സിറ്റികളും ഇത്ര % ഓഫ് മാർക്ക് അതിൽ വരുന്ന കോളേജുകൾ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 45-50 % ഓഫ് മാർക്ക് വേണമെന്ന് ചിലപ്പോൾ എലിജിബിലിറ്റി വെച്ചേക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ വെബ്സൈറ്റ് പോയി നോക്കിയാലാണ് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവാൻ. ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ വെബ്സൈറ്റ് ഞാൻ പറഞ്ഞില്ലേ, LBScenter.in എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറിയാലും കാണാൻ പറ്റും. ഇത് LBScenter.in എന്നുള്ള വെബ്സൈറ്റിൽ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ കാണാം. അതിനുശേഷം ഇവിടെ BHMCT 2024 എന്നുള്ളൊരു ലിങ്ക് ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേരള ഹോട്ടൽ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ള ഒരു ഇതുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ഒരു ടെസ്റ്റ് ഉണ്ട്, എൻട്രൻസ് എക്സാം ഉണ്ട്. ആ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് കേട്ടോ. വലിയ പാടുള്ള എക്സാം ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ പോയി എഴുതിയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കോളേജുകളും ഫീസ് സ്ട്രക്ചറും ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഈ വെബ്സൈറ്റ് കണ്ടല്ലോ. നമ്മളിപ്പോൾ വായിച്ച ഈ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സബ്മിഷൻ ടിൽന്ന് എടുത്തേക്കണം. എൻ്റെ ലേൺ മോറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഞാനിപ്പോൾ വായിച്ച ആ ഒരു PDF നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. പ്രോസ്പെക്ടസിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡേറ്റ് ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ റിസർവേഷൻസ് ലൈക്ക് EWS, OBC, SC/ST, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ ആണെങ്കിൽ ആ ഒരു റിസർവേഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നേറ്റിവിറ്റി പ്രൂഫൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക, എങ്കിൽ മാത്രമാണ് നമുക്ക് റിസർവേഷൻ, കേരളീയൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് റിസർവേഷൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്ന മൊബൈൽ നമ്പറും മെയിൽ ID ഒക്കെ കറക്റ്റായിട്ട് നമ്മുടെ തന്നെ കൊടുക്കുക. നമുക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു മെയിലോ വന്നാൽ നമ്മൾ കോൾ ചെയ്താലോ നമ്മൾ അറിയാനായിട്ട് അതൊന്നും ആദ്യത്തെ രജിസ്ട്രേഷൻ നമ്മൾ തെറ്റിപ്പോവാതെ കൊടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ബേസിലാണ് നമുക്ക് സെലക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഓക്കെ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പേജ് നമ്പർ 12 തുടങ്ങി പറയുന്നുണ്ട്. നമ്മൾ വെബ്സൈറ്റിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടക്കുക 1200 രൂപ. ഇനി ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് അടക്കുകയാണെങ്കിൽ ബാക്കി പ്രൊസീജിയർ നമുക്ക് അന്ന് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല, ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ബാങ്കിൽ പോയിട്ടാണെങ്കിൽ ഒരു 24 hours ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, അതൊന്ന് ക്ലിയർ ആവാനായിട്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രൊസീജിയർ ചെയ്താലും മതി.
ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ രജിസ്ട്രേഷനാണ്. അത് നമ്മളൊരു ഐഡിയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുക. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യുക. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാദമിക് ഡീറ്റെയിൽസ് ഉണ്ടാവും. അതൊക്കെ ഫില്ല് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത് അടുത്തത് ആപ്ലിക്കേഷൻ ഫീസ് അടക്കുക. ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിന് ശേഷം ഉള്ള കാര്യമാണ് നമ്മുടെ ഇമേജുകളും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യലും. ഇമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോ വരുന്നുണ്ട്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്, അതിൽ നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് SSLC ബുക്കിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു PDF സ്കാൻ ചെയ്ത സ്കാൻ ചെയ്ത് നമ്മൾ PDF ആക്കിയത്. പിന്നെ നമ്മൾ ഏതെങ്കിലും നേറ്റിവിറ്റി തെളിയിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ നമ്മൾ കേരളത്തിൽ ജനിച്ച കുട്ടിയാണ് അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മതിയാവും നേറ്റിവിറ്റി പ്രൂഫിനായിട്ട്. അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള നേറ്റിവിറ്റി പ്രൂഫുകൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അക്കാദമിക് എലിജിബിലിറ്റി തെളിയിക്കാനായിട്ട് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളിപ്പോൾ +2 എഴുതിയേക്കുന്നവർക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൻ്റെ ആ ഒരു PDF ആയിട്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ എന്തെങ്കിലും റിസർവേഷൻസ് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക്. പിന്നെ ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ നിങ്ങളുടെ പാരൻസ് OBC ഉള്ളവരാണെങ്കിൽ OBCയുടെ റിസർവേഷൻസ് കിട്ടും. അല്ലെങ്കിൽ ഒരാൾ SC/ST ആണെങ്കിൽ SC/STയുടെ ഫീസ് ആനുകൂല്യം പോലുള്ള ആ ഒരു റിസർവേഷൻസ് കിട്ടും. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പിന്നെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് റിസർവേഷൻസ് ഉള്ളത് ആ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ ഇതിൻ്റെ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് എടുക്കണം. അത് നിങ്ങൾക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുകയൊന്നും വേണ്ട. പക്ഷേ നിങ്ങളുടെ അഡ്മിഷന് ആ ഒരു മുമ്പോട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഫീ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഫീ സ്ട്രക്ചർ പറയുന്ന പേജ് എന്ന് പറയുന്നത് പേജ് നമ്പർ 22 ആണ്. അപ്പോൾ ഇതിൽ 7 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് വരുന്നത്. ഒന്ന് സൗത്ത് പാർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. അത് അക്കാദമിക് ട്യൂഷൻ ഫീസ് പെർ ഇയർ നമ്മൾ 16,000 കൊടുക്കണം. നമുക്ക് 10,000 രൂപ ക്വസ്റ്റ്യൻ ഡിപ്പോസിറ്റും വരുന്നുണ്ട്. അത് നമുക്ക് പോരുമ്പോൾ തിരിച്ച് കിട്ടും. ഇനി രാജധാനിയിലാണെങ്കിൽ നമ്മൾക്ക് 70,000 രൂപയാണ് ഈ ഒരു അക്കാദമിക് ട്യൂഷൻ ഫീസ് വരുന്നത് പെർ ഇയർ. KMCT കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് 70,000 ആണ്. അതുപോലെ തന്നെ വിശ്വജ്യോതിയിലും 75,000 വരുന്നുണ്ട് ഫീസ്. ലൂർദ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ 60,000 ശ്രീ നാരായണ ഗുരു മെമ്മോറിയൽ കാറ്ററിംഗ് കോളേജിൽ 60,000 സ്നേഹാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി 60,000. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ APJ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. AICT അപ്രൂവ്ഡ് കോഴ്സുകളാണ്. പിന്നെ വരുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് കേരള. അപ്പോൾ ലൂർദ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റും ശ്രീ നാരായണ ഗുരു മെമ്മോറിയൽ കാറ്ററിംഗ് കോളേജും സ്നേഹാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി ആലപ്പുഴയും യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ അണ്ടറിലാണ് വരുന്നത്. ബാക്കി എല്ലാ കോളേജുകളും വരുന്നത് APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻടേക്ക് നമുക്ക് 120ഉം 150ഉം ഒക്കെ സീറ്റുകളാണ്. നിങ്ങൾ പേജ് നമ്പർ 27 നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻടേക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും ഇത് രണ്ടിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നത് LBS തന്നെയാണ്. അപ്പോൾ അങ്ങനെ പ്രത്യേകം കാണിച്ചേക്കുന്നതാണ് മെറിറ്റ് സീറ്റും മാനേജ്മെൻറ്റ് സീറ്റും എന്നുള്ള ആ ഒരു ഇത് കാണിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതിലൂടെ ഈ ഒരു പ്രോസ്പെക്ടസ് നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. നമ്മൾ എക്സാം എഴുതിയിട്ട് അതിൻ്റെ ആ ഒരു റാങ്കിൻ്റെ ബേസിലായിരിക്കും നമുക്ക് അഡ്മിഷനും അലോട്ട്മെൻറ്റുകളൊക്കെ. അപ്പോൾ നിങ്ങൾ LBSൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്തതിന് ശേഷം എപ്പോഴും വെബ്സൈറ്റ് നോക്കണം, അതിലുള്ള നോട്ടിഫിക്കേഷൻസ് നോക്കണം. എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കുന്നതായിരിക്കും വെബ്സൈറ്റ് വഴി കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. ടേക്ക് കെയർ. താങ്ക് യു.